അപ്പൊ എനിക്ക് അമ്പലത്തിൽ പൂജയാണ്, സ്കൂളിൽ കോളേജിൽ പോകണമെന്നായിരുന്നു മോഹം. അപ്പൊ ചേട്ടന്മാരും പറഞ്ഞു നിന്നെ അവിടെ വിടാം എന്നൊക്കെ പറഞ്ഞു. അന്നൊക്കെ കോളേജുകളിൽ ഫീസ് കൊടുക്കണമായിരുന്നു, ഇന്നത് വേണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വരച്ചോണ്ടിരുന്നു. ഇപ്പൊ പെർഫെക്ഷൻ എന്ന് പറയുന്നത് വന്നത് ഈ അടുത്ത കാലത്താണ്. പ്രത്യേകിച്ച് സാറിന്റെ ക്ലാസ് കേട്ട പ്രധാനമായിട്ടും അതിനുശേഷമാണ്. ഈ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ട് മാറിയോ? എന്താ? മാറി, അത് തീർത്തും മാറി. കാരണം എന്റെ മക്കള്, എനിക്ക് 62 വയസ്സായി. ഇപ്പൊ മൂത്ത മകൾക്കൊരു 32 വയസ്സോളായി. അപ്പോ മൂത്ത മകളും വൈഫും ഒക്കെ പറഞ്ഞത്, അച്ഛൻ ഏതായാലും ഈ പ്രായത്തിലും വെറുതെ ചൊറിയുത്തിയിരിക്കാന്ന് വിചാരിച്ചില്ലല്ലോ, ഏതായാലും എടുത്ത തീരുമാനം വളരെ നന്നായി എന്ന് പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്തു. അതുപോലെ നാട്ടിലെ തറവാട്ടിലെ ചേട്ടന്മാരും ഒക്കെ മറ്റു കസിൻസും ഒക്കെ എടുത്ത തീരുമാനം വളരെ നന്നായി എന്ന് പറഞ്ഞു. അത് സാറിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് കഴിവുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതിനെ ഉത്തേജിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സാറിന് മാത്രമേ കഴിയുള്ളൂ. അത് ഇപ്പോഴും സാറിന്റെ ആ സൂം മീറ്റിംഗ് വരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരാഴ്ച ഇപ്പോ ഏതെങ്കിലും കാരണത്തിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയെങ്കിലും ഭയങ്കര ഒരു നഷ്ടബോധമാണ് ശരിക്കും. സാറിനെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഇത് ലൈവ് തന്നെയാണല്ലോ ശരിക്കും. അപ്പൊ ആ ഊർജം, സാറിൽ നിന്നുള്ള ഊർജം ഇപ്പൊ ഓൺലൈനായിട്ട്, ഇപ്പൊ ഭഗവാന്മാരിൽ നിന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു ഊർജം കിട്ടൂലേ എന്ന് പറയുന്ന പോലെ സാറിൽ നിന്ന് ആ ഒരു പ്രത്യേക ഊർജം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. ഒരു വിദ്യ അഭ്യസിക്കാൻ പ്രായം ഒരു പ്രശ്നമല്ല. എന്റെ അച്ഛന്റെ അമ്മയുടെയും ഒരു ഫോട്ടോ പ്രോപ്പറായിട്ടില്ല, ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അത് അന്നത്തെ കാലത്ത് വെച്ചാൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ക്യാമറയൊക്കെയാണ്. അപ്പൊ നല്ലൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല, ഏകദേശം ഒരു രൂപം. അപ്പൊ അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കാരണന്മാരുടെ ഫോട്ടോ, അപ്പൊ അതുപോലെ ആ വൈഫിന്റെ അച്ഛന്റെ ഫോട്ടോ, അതും കാര്യമായിട്ടുള്ള ഫോട്ടോ ഒന്നുമില്ല, ഏകദേശം ഒരു രൂപം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ പ്രധാനമായിട്ടും പോർട്രേറ്റ് വരയ്ക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ആയ ക്രിയേറ്റിവിറ്റി വെൽനസ് ഹബിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഹരി സാറുണ്ട്. ഇപ്പം ആക്ച്വലി നമ്മുടെ കോഴ്സിലോട്ട് വന്ന് ഒരുപാട് ആക്ഷൻ എടുത്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കോഴ്സുകൾ കണ്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്ന ഒരാളാണ്. എനിക്ക് പേഴ്സണലി കുറച്ചധികം പരിചയം, നമ്മൾ 2-3 തവണ കണ്ടിട്ടുണ്ട്. സോ എടുത്തു പറയേണ്ട ഒരു കാര്യം ഹരി സാറിൻ്റെ ആ ഒരു പ്രോഗ്രസ്സാണ്. കോഴ്സിലോട്ട് വന്ന സമയത്ത് വരച്ചതിനേക്കാളും ഒരുപാട് ബെറ്ററായിട്ട് പോർട്രേറ്റുകൾ എസ്പെഷ്യലി ബെറ്ററായിട്ട് ഇപ്പോൾ വരയ്ക്കുന്നുണ്ട്. സോ നമുക്ക് പരിചയപ്പെടാം, ആ ഒരു ജേണി നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാം. അപ്പം ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിക്കുക, എവിടെ നിന്ന് വരുന്ന, എന്താണ് ചെയ്യുന്ന, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. എന്റെ പേര് ഹരി എന്നാണ്. എന്റെ സ്വദേശം മൂവാറ്റുപുഴയ്ക്കടുത്ത് രാമമംഗലമാണ്. ഞാൻ വിവാഹം കഴിച്ച് താമസിക്കുന്നത് ഇവിടെ അങ്കമാലി മേക്കാട്, അത്താണിക്കടുത്ത് മേക്കാട് എന്ന് പറയും. അപ്പൊ എനിക്ക് അമ്പലത്തിൽ പൂജയാണ്. അപ്പൊ വൈഫിന്റെ നാട്ടിലുള്ള അമ്പലമാണ്. അപ്പൊ അവിടെ അമ്പലത്തിൽ പൂജയായിട്ട് കയറി അമ്പലത്തിന്റെ അടുത്ത് തന്നെ താമസം. ചെറുപ്പത്തിലേക്ക് വരയ്ക്കാനുള്ള ഒരു എല്ലാ കുട്ടികൾക്കും ഉള്ള പോലെ കഴിവുകൾ നമുക്കുണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ വരയ്ക്കുന്നത് എല്ലാവരെയും പോലെ കരിയും കൊണ്ട് ചുമരുമ്പോ വരയ്ക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ കാരണന്മാര് പറയും ഇനി നീ പെൻസിലോട്ട് വരച്ചോന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സാധാരണ കടകളില് 200 രൂപേന്റെ ബുക്കാണ്, പുള്ളി എനിക്ക് 300 രൂപേന്റെ ബുക്ക് മേടിച്ചു. ചേട്ടന് 3000 ജോലിയായിരുന്നു. അപ്പൊ അന്നത്തെ വരാന്ന് പറയാ അറിയാലോ, ചാണകം കൂട്ടി മെഴുകിയ അവസ്ഥയാണ്. ഈ ഇട്ടും മാച്ച് ഒരു പാകാവും. അപ്പൊ അങ്ങനെ വരച്ചു. സ്കൂൾ ടൈം കഴിഞ്ഞു. പിന്നെ സ്കൂളില് 6ാം ക്ലാസ്സില് എന്നെ ഡ്രോയിങ് പഠിപ്പിച്ചിരുന്നത് എന്റെ അച്ഛന്റെ അനിയൻ ആണ്, സ്കൂളിലെ മാഷ്. ക്ലാസ്സിലെ ഏറ്റവും നന്നായിട്ട് ചിത്രം വരച്ചത് ഞാനാണെങ്കിലും ഈ അച്ഛന്റെ ഏട്ടന്റെ അനിയൻ മകനായതുകൊണ്ട് 10ല് എല്ലാവർക്കും 5 മാർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് 4 മാർക്ക് തരാറുള്ളൂ. പക്ഷെ ഞങ്ങൾ കമ്പയർ ചെയ്യാറുണ്ട് അടുത്ത കുട്ടികളുമായിട്ട്. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു പരാതി ഉണ്ടാവണ്ട, സാറിന്റെ ബന്ധുവിന് കൂടുതൽ മാർക്ക് കൊടുത്തു എന്ന് പറയുമല്ലോ, ആരായാലും അങ്ങനെ പറഞ്ഞു. പിന്നെ അതുപോലെ അങ്ങനെ നീണ്ടു. അത് കുറെ കാലം സൗകര്യം കിട്ടുന്നതനുസരിച്ചൊക്കെ വരച്ചു. പക്ഷെ ഇതിനൊന്നും ഒരു പെർഫെക്ഷൻ ഇല്ല. അങ്ങനെ വരയ്ക്കുക ഒരു സമാധാനത്തിന്. ഇപ്പൊ ഓരോ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും. പിന്നെ SLC കഴിഞ്ഞിട്ട് അന്ന് വീട്ടിലെ സാമ്പത്തികന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ മോശമായിരുന്നു. അന്ന് ഈ ഫൈൻ ആർട്സ് കോളേജിൽ പോകണമെന്നായിരുന്നു മോഹം. അപ്പൊ ചേട്ടന്മാരും പറഞ്ഞു നിന്നെ അവിടെ വിടാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ നേരെ മൂത്ത ചേട്ടൻ കോളേജിൽ പോകേണ്ട ടൈമായി. ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പഠിക്കാൻ വിടുക എന്ന് പറയുമ്പോൾ അന്നൊക്കെ കോളേജുകളിൽ ഫീസ് കൊടുക്കണമായിരുന്നു, ഇന്നത് വേണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വരച്ചോണ്ടിരുന്നു. ഇപ്പൊ പെർഫെക്ഷൻ എന്ന് പറയുന്നത് വന്നത് ഈ അടുത്ത കാലത്താണ്. പ്രത്യേകിച്ച് സാറിന്റെ ക്ലാസ് കേട്ട പ്രധാനമായിട്ടും അതിനുശേഷമാണ്. ഇപ്പൊ ആദ്യമൊക്കെ എന്റെ ഒരു ചേട്ടനുണ്ട്, ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലെ ചിത്രങ്ങൾ വരച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി മൈൻഡ് ചെയ്യാറില്ല, ഒരു കമന്റ് വിടാറില്ല. ഈ അടുത്ത കാലത്ത് ഇതുപോലെ കൊള്ളാം, നന്നായിട്ടുണ്ട്, അതായത് വളരെ നല്ലതാണെങ്കിൽ മാത്രമേ പുള്ളി നല്ലതെന്ന് പറയുള്ളൂ.
അപ്പൊ എന്നിലുള്ള മാറ്റങ്ങൾ എനിക്ക് തന്നെ ബോധ്യമായി. അതുപോലെ ഞങ്ങളുടെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോഴും നല്ല കമന്റുകൾ കിട്ടുന്നുണ്ട്. അത് സാറിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് കഴിവുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഉത്തേജിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സാറിന് മാത്രമേ കഴിയുള്ളൂ. ഓൾറെഡി ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പിന്നെ കുറേ ആ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന മുമ്പ് കുറേ തന്നെ വരച്ചിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് നേരിട്ട ആ ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു ഒറ്റയ്ക്ക് പഠിച്ചിരുന്ന സമയത്ത്? ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഇതിന്റെ വശങ്ങളൊന്നും അറിയില്ല. ഒരു ഐഡിയ വെച്ച് അങ്ങോട്ട് വരയ്ക്കുക, പിന്നെ ചിത്രങ്ങൾ നോക്കി വരയ്ക്കുക. പ്രധാനമായിട്ടും ഈ ഒബ്ജക്റ്റിന് ഒരു പ്രത്യേക ഒരു പൊസിഷൻ ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അതിന്റെ ലൈറ്റ് ആൻഡ് ഷാഡോ കറക്റ്റ് ആവണല്ലോ. അതെ അതെ. ഒരു ചതുരാണെങ്കിലും ഗോള ആകൃതിയാണോ എന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും അതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ഈ മാർഗങ്ങളൊന്നുമില്ല. എവിടെയൊക്കെ കാണുന്ന ചിത്രങ്ങള് അവനവന്റെ സൗകര്യം പോലെ വരച്ചു വെക്കുക. ചിലര് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചാൽ നല്ലതെന്ന് പറയും. നമ്മളത് കേട്ട് സന്തോഷിക്കും. പിന്നെ പ്രധാനമായിട്ടും സാറിന്റെ ക്ലാസ്സും എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷമാണ് അതിന്റെ ആ വിവിധ വശങ്ങളെ കുറിച്ച് മനസ്സിലായത്. മനസ്സിലായി എന്നല്ല, മനസ്സിലായി വരുന്നത്. മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നമ്മൾ സർവജ്ഞ പീഠം കയറിയെന്ന് തോന്നുമല്ലോ. എങ്ങനെയാ എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് എങ്ങനെ ഡീറ്റെയിൽസ് കിട്ടി അറിഞ്ഞേ? ഞാന് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു. എനിക്ക് പൊതുവെ ഇങ്ങനെ ഈ വര ഉള്ള കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോ സാറിന്റെ ആ മറ്റേ എന്താ പ്രസന്റേഷൻ, അത് ഏതൊരു വ്യക്തിയും സാറിലേക്ക് അടുപ്പിക്കും. ആ ലാളിത്യമാർന്ന വാക്കുകൾ, അത് ഇപ്പോഴും സാറിന്റെ ആ സൂം മീറ്റിംഗ് വരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരാഴ്ച ഇപ്പോ ഏതെങ്കിലും കാരണത്തിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയെങ്കിലും ഭയങ്കര ഒരു നഷ്ടബോധമാണ് ശരിക്കും. സാറിനെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഇത് ലൈവ് തന്നെയാണല്ലോ ശരിക്കും. അപ്പൊ ആ ഊർജം, സാറിൽ നിന്നുള്ള ഊർജം ഇപ്പൊ ഓൺലൈനായിട്ട് ഇപ്പൊ ഭഗവാന്മാരിൽ നിന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു ഊർജം കിട്ടൂലേ എന്ന് പറയുന്ന പോലെ സാറിൽ നിന്ന് ആ ഒരു പ്രത്യേക ഊർജം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഒരു പ്രധാന വശം. ഈ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ട് മാറിയോ? എന്താ മാറി, അത് തീർത്തും മാറി. കാരണം എന്റെ മക്കള്, എനിക്ക് 62 വയസ്സായിപ്പോ. മൂത്ത മകൾക്കൊരു 32 വയസ്സോളായി. ഇളയ മകൾക്ക് ഇപ്പൊ നിശ്ചയം വരുന്നു, എൻഗേജ്മെന്റ്. അപ്പോ മൂത്ത മകളും വൈഫും ഒക്കെ പറഞ്ഞത്, അച്ഛൻ ഏതായാലും ഈ പ്രായത്തിലും വെറുതെ ചൊറിയുത്തിയിരിക്കാന്ന് വിചാരിച്ചില്ലല്ലോ, ഏതായാലും എടുത്ത തീരുമാനം വളരെ നന്നായി എന്ന് പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്തു. അതുപോലെ നാട്ടിലെ തറവാട്ടിലെ ചേട്ടന്മാരും ഒക്കെ മറ്റു കസിൻസും ഒക്കെ എടുത്ത തീരുമാനം വളരെ നന്നായി എന്ന് പറഞ്ഞു. നമ്മുടെ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒന്ന് റെക്കോർഡർ കോഴ്സ് ഉണ്ട്, പിന്നെ ഒന്ന് വീക്കിലി മീറ്റിംഗ് ഉണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് ചാലഞ്ച് ബാച്ചസും പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൽ ഹരി സാറിൻ്റെ ആ ഡ്രോയിങ്ങിനെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത ഒരു കാര്യം പറയാൻ എന്തായിരിക്കും പറയുന്നുണ്ടായിരിക്കുക? പ്രധാനമായിട്ടും ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്. അതിൽ കൂടിയാണ് ശരിക്കും സാർ അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നല്ലോണം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല, മോട്ടിവേഷൻ. പ്രധാനമായിട്ടും സൂം മീറ്റിംഗിലെ മോട്ടിവേഷൻ വളരെ ഇത് കിട്ടുന്നുണ്ട്. മറ്റേ ഈ മാരത്തോൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വയം എഫർട്ട് എടുത്ത് വരയ്ക്കാണല്ലോ. അപ്പൊ അവിടെ ഇതിനെ എന്താ പറയാ, അതിന്റെ വശങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ല. ഒരു ഉദ്ദേശം വെച്ച് ഒരു ഫോട്ടോ കണ്ട് വരയ്ക്കാം. പക്ഷെ മറ്റത് ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന പോലെയാണല്ലോ സാറിന്റെ ക്ലാസ്. പിന്നെ അത് പ്രധാനമായിട്ടും ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന തരത്തിലാണ് സാറ് പറഞ്ഞു തരുന്നത്. അത് തന്നെ വളരെ വലിയ കാര്യമാണ്. കാരണം ഇംഗ്ലീഷ് വലിയ പരിജ്ഞാനമൊന്നും എനിക്കില്ല. അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. അതായത് 85-ലെങ്ങാണ്ടാണ് ഇത് കഴിയുന്നത്. വർഷത്രയായി. അപ്പൊ ആ ഇംഗ്ലീഷിന്റെ ടച്ച് വിട്ടു. പിന്നെ നമ്മൾ പ്രയോഗിക്കുന്നത് മലയാളം മാത്രമാണ്. എന്നിട്ടും ഈ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോ സാറിന്റെ ആ ക്ലാസ്സിൽ നിന്ന് ബുക്കുകൾ വായിക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വരച്ച ഡ്രോയിങ്സ് കയ്യിലുണ്ടോ? അത് ലേറ്റസ്റ്റ് ആയിട്ട് വരച്ചത് കൊണ്ടുവരണം. ഞാൻ കണ്ടു, ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കണ്ടായിരുന്നു. നന്നായിട്ട്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, ഇതിനു മുമ്പ് വരച്ചാണ്. ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ച ക്യാമറയിൽ. കൊള്ളാം. ബോബി ചെമ്മണ്ണൂർ അല്ലേ? അതെ അതെ, പുള്ളി ഇപ്പോഴത്തെ താരമാണല്ലോ. ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും കൂടി വരച്ച ചിത്രങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടോട്ടലി നോക്കാട്ടോ. ഇതാണ് വന്ന സമയത്ത് പോസ്റ്റ് ചെയ്ത ഒരു പെയിന്റിങ്, അത് കഴിഞ്ഞിട്ട് ഡ്രോയിങ്. വരയ്ക്കാൻ ഇഷ്ടമുള്ള സബ്ജക്ട് പോർട്രേറ്റ് ആണോ, ആൾക്കാരുടെ ഫേസ് ആണോ? അതാണ് കൂടുതൽ. കാരണം ഈ ഓരോ വ്യക്തിക്ക് നമ്മളിത് വരച്ചു കൊടുത്താൽ അവരിൽ നിന്നുള്ള ഇത് മറുപടി ഉണ്ടല്ലോ, അത് നമുക്ക് കൂടുതൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ. ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഹരി സാർ ആദ്യം വരയ്ക്കുന്ന സമയത്ത് ചെറിയ ഷേപ്പ് ഡിഫറൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ വ്യക്തി ആരാന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
പക്ഷേ ആ പതിയെ 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 ഇമ്പ്രൂവ് ചെയ്ത് അത് എഫേർട്ട് അതിൻ്റെ ബാക്കിൽ എത്രത്തോളം എടുത്തു എന്ന് എനിക്ക് പറയാതെ തന്നെ മനസ്സിലാവും. കുറേ ഉം. പ്രാക്ടീസ് ചെയ്ത് കുറേ വ്യക്തികളുടെ ഫോട്ടോസ് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്താണെങ്കിലും ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കി വരച്ച് ഇപ്പോൾ ആര് വരച്ചാലും ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്തുനിന്ന് ഒരാളുടെ ഫോട്ടോ പോലും വരച്ചാലും പേര് പറയാതെ തന്നെ ആരാന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് ശരിക്കും എഫേർട്ട് എടുത്ത് ആർജിച്ചെടുത്തൊരു സ്കില്ല്. അതിനെ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. താങ്ക് യു സാർ. അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഇതിനെ, ആ വന്ന മാറ്റത്തിന്? അത് വളരെ ഒരു മനസ്സിന് വളരെ ഒരു എന്താ പറയാ, ഈ വെൽനെസ് എന്ന് പറയുമ്പോൾ മനസ്സിന്റെ സന്തോഷമാണല്ലോ പ്രധാനം. മനസ്സ് നന്നായി കഴിഞ്ഞാൽ മാത്രമല്ലേ ഈ ശരീരത്തിന് അതിന്റെ ഇത് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അതെ. അപ്പൊ ആ ഒരു സന്തോഷം നല്ലോണം കിട്ടുന്നുണ്ട്. ഫോട്ടോ വരയ്ക്കുന്ന സമയത്ത് കമന്റ് ചെയ്യാറുണ്ടോ? കറക്റ്റ് ആളുടെ പേരൊക്കെ പറഞ്ഞിട്ട് താഴെ? ധാരാളം ആൾക്കാരെ കമന്റ് ചെയ്യാറുണ്ട്. ഞാൻ നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാരെ വരച്ചിട്ടുണ്ട്. ഉം. ഫേസ്ബുക്ക് ഗ്രൂപ്പില് ലേഡീസിന് അവർക്ക് പൊതുവെ താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. അവരെ ഞാൻ ട്രൈ ചെയ്യാറില്ല. ഉം. അവിടെ പ്രദീപ്, മറ്റേ സുബിന്റെ വരച്ച അത്ര അങ്ങോട്ട് ശരിയായില്ല. അനൂപ്, അബ്ബാസ്, ഉം. സൂരജ്, പിന്നെ മനോജ്, ഇവരെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എത്ര ചിത്രം വരച്ചിട്ടുണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം? ഒരു 100ന് മുകളിലായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മുടെ തമ്പാന്റെ അഭിലാഷ് തമ്പാന്റെ, അഭിലാഷ് MG, ഫൈസല്, മറ്റേ പൊന്നാനി, ഇവരെയൊക്കെ വരച്ച അവരൊക്കെ സമ്മതിച്ചു. അവരാണെന്ന് അവര് തന്നെ സമ്മതിച്ചു. ഗ്രൂപ്പിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഓരോ ചിത്രങ്ങളും ഗ്രൂപ്പിലോട്ട് വരച്ചിടുന്ന സമയത്ത്? വളരെ നല്ല സപ്പോർട്ടാണ്, വളരെ നല്ല. ഇപ്പൊ ഈ മറ്റേ ശങ്കരായുടെ ചിത്രം വരച്ചതിന് തന്നെ വളരെ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. ഉം. പെയിന്റിംഗ് ആണോ അത്? ഇത് പെൻസിലാണ്, കളർ പെൻസിലാണ്. കളർ പെൻസിൽ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. ഉം. ഞാൻ സ്പീഡിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നത് ആ ടോട്ടലി ഉള്ള മാറ്റം നോക്കാൻ വേണ്ടിയിട്ടാട്ടോ. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലാവും. കാരിക്കേച്ചർ മുമ്പ് വരച്ചിട്ടുണ്ടോ? ക്ലാസ്സിൽ വരുന്നേക്കാൾ മുമ്പ് വരച്ചു നോക്കിയിട്ടുണ്ടോ? ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ പേപ്പറിലെ കാണാറുണ്ട് നമ്മുടെ വലിയ ആർട്ടിസ്റ്റുകളുടെ, അത്രേ ഉള്ളൂ. ടോട്ടൽ നോക്കുന്ന സമയത്ത് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുണ്ട്. ഷെയ്ഡിങ്ങിലാണെങ്കിലും ഔട്ട്ലൈൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും ആൾക്കാരുടെ ഫേസ് കട്ട് അത് ആണെങ്കിലും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലെവലിലോട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് വരയ്ക്കാനായിട്ട് എത്ര സമയം എടുത്തു? ഇതൊരു 2 മണിക്കൂർ. പിന്നെ ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ വരച്ചോ, കുറച്ച് റെഫറൻസ് പിക്ചേഴ്സ് നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുക. ഇതേപോലത്തെ റെഫറൻസ് ഇമേജ് നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുക. എന്നിട്ട് പെട്ടെന്ന് വരച്ച് തീർക്കാതെ
പതിയെ ചിത്രം കംപ്ലീറ്റ് ചെയ്യുക. കുറെ കൂടി ബെറ്റർ റിസൾട്ട് വരും. ഇപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇതിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ഷെയ്ഡൊക്കെ നമ്മൾ നോക്കി ഒബ്സർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഫേഷ്യൽ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഡിഫറെൻറ്റ് ടോൺസ് കറക്റ്റാണ്. പക്ഷേ ഈ ചിത്രം തന്നെ ഒരു 3-4 ദിവസം എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം അതിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി 2-3 ചിത്രങ്ങൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ വരച്ചതെല്ലാം ഓക്കെയാ, 2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ മാത്രം എടുത്ത് അതൊരു 2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. കാണാൻ പറ്റാത്ത അത്രയും ഷെയ്ഡുകൾ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചിട്ട് എങ്ങനത്തെ റെഫറൻസ് പിക്ചർ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പോർട്രേറ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഫോട്ടോ നോക്കി വരയ്ക്കാം. കുറച്ച് നല്ല ലൈറ്റ് ആൻഡ് ഷാഡോസ് ഉള്ള ഇത്തരത്തിൽ കണ്ടോ, ലൈറ്റ് ആൻഡ് ഷാഡോ ഡിഫറൻസ് ഉള്ള ഫോട്ടോസ് എടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഷെയ്ഡ് ഡിഫറൻസ് ഒരുപാട് കാണാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു ഷെയ്ഡുകൾ, ചെറിയ ലൈൻസ്, പാറ്റേൺസ്. അപ്പോൾ ഈ ഒരു ചെറിയ പോർഷൻ മാത്രം കുറച്ചധികം സമയം എടുത്ത് വരയ്ക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ചിത്രം അടുത്ത ലെവലിലോട്ട് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഒരു ചിത്രം വരച്ച് ട്രൈ ചെയ്തോളൂ. ഇനി എൻ്റെ അടുത്ത് എന്താ ചോദിക്കാനുള്ള ഡൗട്ടുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? അതായത് ഈ ഡൗട്ട് ഞാൻ പ്രധാനമായിട്ട് ഈ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഈ ഫേസ് അങ്ങോട്ട് കറക്റ്റ് ആവാൻ ഉള്ള ഒരു മാർഗം എന്താ? ചുണ്ട് കറക്റ്റ് ആക്കണം. എന്താ, ചുണ്ടാണോ കണ്ണാണോ? ഞാൻ പറഞ്ഞുതരാം. അതൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ. ഓരോ ചിത്രം എടുക്കുമ്പോഴും എല്ലാം കൂടെ പെർഫെക്റ്റ് ആവുന്നില്ല ചിലത്. പിന്നെ വളരെ അങ്ങ് നേരം വരച്ചിരിക്കുമ്പോൾ മാത്രമാണ്. അതാണ് എനിക്ക് പ്രധാന ഒരു പോർട്രേറ്റിന്റെ വിഷയം. ബാക്കി സാറ് എല്ലാം നിരന്തരം ക്ലാസ്സിലൂടെ തരുന്നുണ്ടല്ലോ. പോർട്രേറ്റ് വരയ്ക്കുന്നത് എങ്ങനെയാ? ടേബിളിന് മുകളിൽ ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്? എങ്ങനെയാ പ്രോസസ്സ്? ഞാൻ ഇരിക്കുന്നതിന്റെ ഇടത്തെ സൈഡില് ഒരു പലക ഇങ്ങനെ കയറി വെച്ചിട്ടുണ്ട്. വ്യത്യാസം തോന്നി അങ്ങനെ വെച്ച് ചെയ്ത സമയത്ത്? വ്യത്യാസമുണ്ട്. മറ്റത് ഇങ്ങനെ നീളം കൂടും. തലയുടെ നീളം ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. എന്നിട്ട് എടുത്തു നോക്കുമ്പോ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥ വരും. ഇപ്പൊ ഇങ്ങനെ വയ്ക്കുമ്പോ കറക്റ്റ് ആ ഒരു അളവ് വരും. അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എവിടെ നോക്കിയിട്ട് വരയ്ക്കുന്നത്? മൊബൈലിൽ നോക്കിയിട്ടാണോ? മൊബൈൽ നോക്കിയിട്ടാണ്. ഒരു കാര്യം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, അടുത്തൊരു ചിത്രം വരയ്ക്കുമ്പോൾ അടുത്ത എഫേർട്ട് എടുത്ത് നല്ലൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഒന്ന് പ്രിന്റ് എടുത്തോളൂ. A4 പേപ്പറിൽ A3 പേപ്പറിൽ പ്രിന്റ് എടുത്തിട്ട് ആ പ്രിന്റും അതിനോട് പാരലൽ വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കില്ലിലുള്ള പ്രശ്നമല്ല, ഒബ്സർവേഷൻ ആണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ ആ ചെറുതായിട്ട് ആ ഷേപ്പ് മാറിപ്പോകുന്നതൊക്കെ നമുക്ക് മാക്സിമം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വരയ്ക്കാൻ ഓൾറെഡി അറിയാം. വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഒരാളുടെ ഫേസ് കട്ട് മനസ്സിലാവുന്നത് ഒരാൾക്ക് വരയ്ക്കാൻ പറ്റില്ല. വരയ്ക്കാൻ ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് ഒബ്സർവേഷൻ സ്കില്ല് ഫോക്കസ് ചെയ്യാം. ഇപ്പം നെക്സ്റ്റ് ടൈം വരയ്ക്കുന്ന സമയത്ത് പ്രിന്റ് ഷോപ്പിൽ പോയിട്ട് ഒരു A4 സൈസിലോ അല്ലെങ്കിൽ A3 സൈസിലോ പ്രിന്റ് എടുക്കുക. ആ പ്രിന്റ് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ നേരെ ഒട്ടിച്ചിട്ട് കറക്റ്റ് പ്രിന്റിൽ നോക്കി ഓരോ ലൈനും വരച്ച് നോക്കുക. ഔട്ട്ലൈൻ ഇട്ട് ഷെയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും കറക്ഷൻ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് കറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചെറിയ ഷേപ്പ് ഡിഫറൻസുകൾ ബെറ്റർ ആയിട്ട് വരും. വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയ ആ ടോട്ടൽ ഷേപ്പിൽ ചെറിയ അത് മാത്രമേ ഉള്ളൂ. അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒബ്സർവേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരിയാവും. വേറെന്താ ടൂൾസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? മെറ്റീരിയൽസ് വരെ ഉപയോഗിക്കുന്നുണ്ട്. ആർട്ട്ലൈൻ്റെ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ടൂൾസ് എനിക്ക് സാറിനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് സാറിന്റെ ഡ്രീം തന്നെയാണ് ഗ്രേറ്റ്. കാരണം 1,00,000 ആർട്ടിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അതില് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ജീവിതമാർഗം കൂടി ആക്കുകയാണ്. അതെ. നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് പേര് ഇപ്പോ വീട്ടിൽ തന്നെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് മറ്റൊരാൾക്ക് അരിമേടിക്കാനുള്ള മാർഗം താളിൽ നിന്നുണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു ഗ്രേറ്റ് ആണ്. ഒരു മഹനീയമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. മെയിൻ ആയിട്ട് എന്താ സംഭവം? ഇപ്പൊ ഹരി സാർ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് കുറെ സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരാൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമുക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ശരിക്കും ഹരി സാറിന്റെ ഓരോ ലൈനും ഇരുന്ന് കറക്റ്റ് ചെയ്ത് തന്നിട്ടില്ല. അത് സത്യമല്ലേ? ഞാൻ അങ്ങനെ വരയ്ക്കും ഇങ്ങനെ വരയ്ക്കുന്നു പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള മെത്തേഡും ടെക്നിക്സും പഠിപ്പിച്ചു തരുന്നു, പ്രാക്ടീസ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. ബാക്കി സ്വന്തമായിട്ട് സ്റ്റുഡന്റ് എഫേർട്ട് എടുക്കുന്നത്. അങ്ങനെ എഫേർട്ട് എടുക്കുന്ന സ്റ്റുഡൻസിന് നല്ല കോൺഫിഡന്റ് ആവും. വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അതാണ് അങ്ങനെ വർക്ക്ഔട്ട് ആയിട്ട് വരുന്നത്. നമുക്ക് വേറെ എന്താ ചോദിക്കാനുള്ളത്? വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഹനുമാന്റെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. അവന്റെ ശക്തി അവൻ ആവശ്യമുള്ള സമയത്ത് മറന്നു പോട്ടെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിലുള്ള ശക്തിയെ സാറ് ഓർമ്മപ്പെടുത്തി. അതായത് എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ എല്ലാ കഴിവുകളും ഉണ്ടല്ലോ. അതിന് അഗാധ തലങ്ങളിൽ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പൊ അതിനെ ഈ ജാമ്പുവാൻ
ഹനുമാന് നീ വീരനാണ്, നീ പണ്ടത് ചെയ്തിട്ടുണ്ട്, നിന്നെ കൊണ്ടത് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹനുമാനെ ചാടാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ പോലെയാണ് സാറ് നിരന്തരം സ്റ്റുഡൻസിന് മോട്ടിവേഷനും എന്താ പറയാ ഇത് ചെയ്യാനുള്ള ധൈര്യവും കൊടുക്കുന്നത്. അതിനല്ല സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്നായിട്ട് വരയ്ക്കുന്ന വ്യക്തിയും മോശമായിട്ട് വ്യക്തിയും ഒരേപോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരാളെ കുറെ അങ്ങോട്ട് പൊക്കിയ ഒരാളെ മോശമായി ചിത്രീകരിക്കും, അങ്ങനെയില്ല. ഞങ്ങൾ ഇതുവരെയുള്ള സ്കൂൾ ടൈമിൽ ഞാൻ കണ്ടേക്കണം അതാണ്. ഞാനൊക്കെ വളരെ ബാക്ക് ബെഞ്ച് ആയിരുന്നു, പഠിക്കാൻ മോശമായിരുന്നു. നന്നായിട്ട് ഒരു 3-4 പേര് മുമ്പിലിരിക്കണം, അവരെ അങ്ങോട്ട് വാനോളം പുകത്തും ഞങ്ങളെ താഴ്ത്തി കെട്ടും. ഇപ്പൊ ഈ A+ കിട്ടിയവനെ വാനോളം പുകഴ്ത്തുകയും ചെയ്യും, തോറ്റവനെ മൈൻഡ് ചെയ്യില്ല. സാർ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അപ്പൊ ആ ഒരു സ്പെഷ്യാലിറ്റി സാറിനുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും സാറിന്റെ നമ്മളെ ഒരു വ്യക്തിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള സാറിന്റെ ക്ലാസ്സുകളിൽ നിന്നും സാറിന്റെ സ്പെഷ്യാലിറ്റിയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അത് ഒരു അവസരത്തിനൊക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ഇത് പറയാം, നേരിട്ട് സാറിനോട് നേരിട്ട് പറയാൻ. ഹരിസാറിന്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് ഇതുപോലെ ചെറുപ്പത്തിൽ ആർട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മനസ്സിൽ തോന്നും എനിക്കത് ചെയ്യാൻ പറ്റുമോ. കാരണം ഓൺലൈൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ആപ്പ് യൂസ് ചെയ്യാൻ കുറേ ടെക്നിക്കൽ കാര്യങ്ങളുണ്ടല്ലോ, സൂമിലൂടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ സെൽഫ് ഡൗട്ട് ഉള്ളവർ, അതായത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് വരയ്ക്കാൻ പറ്റുമോ, ഓൺലൈൻ ക്ലാസ്സിലൂടെ റിസൾട്ട് കിട്ടുമോ, അങ്ങനെ കുറേ സംശയങ്ങളുള്ളവരുടെ അടുത്ത് ഹരിസാറിന് എന്താ പറയാനുള്ള ഈ വീഡിയോയിലൂടെ? ഇതേ പ്രായം, ഒരു വിദ്യ അഭ്യസിക്കാൻ പ്രായം ഒരു പ്രശ്നമല്ല. ഏത് അതായത് നമ്മുടെ ഗുരുവിനെ 100% വിശ്വസിക്കുക. അദ്ദേഹത്തിന്, അതായത് ഗുരു മാതാപിതാ ഗുരു ദൈവം എന്നാ പറയുന്നത്. അപ്പൊ ഗുരുവിനെ ആയാലും ദൈവത്തിന് തുല്യം കണ്ട് അദ്ദേഹത്തിനെ 100% വിശ്വസിച്ച് ആ ക്ലാസ്സുകൾ, നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിരന്തരം കേട്ട് സാറ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് വരച്ചിരുന്ന ആളാണ്. സാറ് തന്നെ ഇപ്പൊ ഒരു അവാർഡ് തരുന്ന പോലെയാണ് നമുക്ക് ആ സാറിന്റെ വാക്കുകൾ. അപ്പോ അത് നമ്മൾ അവലംബിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. അതാണ് എനിക്ക് പറയാനുള്ളത്. കറക്റ്റാണ്. ഞാൻ കൊച്ചിയിൽ ആർട്ട് സ്കൂൾ നടത്തിയ സമയത്തുണ്ടല്ലോ, ചെറിയ കുഞ്ഞു കുട്ടികൾ പഠിക്കാൻ വരും കേട്ടോ. അപ്പൊ അതൊരു ചെറിയ കുട്ടി 3-4 വയസ്സേ ഉള്ളൂ. പുള്ളിക്കാരിയാണ് എന്നെ ഇംഗ്ലീഷിൽ കേഴ്സീവ് ലെറ്റർ റൈറ്റിംഗ്, കൂട്ടക്ഷരം എഴുതാൻ പഠിപ്പിച്ചത്. അപ്പൊ എനിക്ക് ശരിക്കും ഏജ് നോക്കേണ്ട ആവശ്യമില്ല. ഒരു പഠിപ്പിക്കുന്ന ആള് എന്താണോ പഠിപ്പിക്കുന്നത്, എന്റെ പഠിക്കുന്ന ആളും ഏജ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ആരിൽ നിന്നും എന്ത് വേണമെങ്കിലും പഠിക്കാനായിട്ട് പറ്റും. നല്ലൊരു കാര്യം. യെസ്. അതായത് ഗുരുവിന് പ്രായം പ്രശ്നമല്ല, വ്യക്തി പറഞ്ഞു തരുന്ന വാക്കുകൾ ആണ് നമുക്ക് വേണ്ടത്. നേരെ തിരിച്ചും സ്റ്റുഡൻസിന്റെ നമുക്ക് ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്, അറിയാലോ. നമ്മുടെ ക്ലാസ്സിൽ നന്നായിട്ട് വരയ്ക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, കൂടാതെ ഇപ്പൊ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഒരു സമയത്ത് ഒരു സ്റ്റുഡന്റിന് കമ്മീഷൻ വർക്ക് ചെയ്യുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അതെനിക്ക് വലിയൊരു ലേണിംഗ് ആയിരുന്നു. അതെങ്ങനെ ഓവർകം ചെയ്യാം. യെസ്. ഹരിസാറിന് അടുത്ത ഒരു വർഷം ഒരു ആർട്ടിൽ എന്തെങ്കിലും ഒരു സ്വപ്നം നേടാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എന്താ പറയാ? പ്രധാനമായിട്ടും എന്റെ അച്ഛന്റെ അമ്മയുടെയും ഒരു ഫോട്ടോ പ്രോപ്പറായിട്ടില്ല, ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അത് അന്നത്തെ കാലത്ത് വെച്ചാൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ക്യാമറയ്ക്കാണ്. അപ്പൊ നല്ലൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല, ഏകദേശം ഒരു രൂപം. അപ്പൊ അതുപോലെ എനിക്ക് പ്രധാനമായിട്ട് ഒരു പാഷനാണ്, വളരെ താല്പര്യമുള്ളൊരു കേസാണ്. അപ്പൊ അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കാരണന്മാരുടെ ഫോട്ടോ, അപ്പൊ അതുപോലെ വൈഫിന്റെ അച്ഛന്റെ ഫോട്ടോ, അതും കാര്യമായിട്ടുള്ള ഫോട്ടോ ഒന്നുമില്ല, ഏകദേശം ഒരു രൂപം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ പ്രധാനമായിട്ടും പോർട്രേറ്റ് വരയ്ക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. എപ്പോഴത്തേക്ക് വരയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് ഇതെടുക്കാം, അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ എപ്പോഴത്തേക്ക് വരയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത്? ഒരു 6 മാസത്തിനുള്ളിൽ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ പ്രാക്ടീസ് നടക്കട്ടെ. ഇപ്പൊ നല്ല ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴാണോ ഇത് വരയ്ക്കാനായിട്ട് തോന്നുന്ന മൊമെന്റ്, ആ സമയത്ത് എനിക്ക് വാട്സപ്പിൽ ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോസൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ഒക്കെ വെച്ചിട്ട് ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോ ക്ലാരിറ്റി വരുത്താൻ പറ്റും. ഇപ്പം ഞാനൊരു വീക്കിലി മീറ്റിംഗിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. കണ്ടിന്യൂ ചെയ്യുക. ഇപ്പൊ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കണം ഞാൻ. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കറക്റ്റ് ട്രാക്കിലാണ്, നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇത്രയായില്ല, പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇത്രയും പ്രാക്ടീസ് ഇത്രയായില്ല, ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഇനിയും ബെറ്റർ ആയിട്ട് വരും. അപ്പൊ ഈ പറയുന്ന പോലെ ഒബ്സർവേഷൻ സ്കില്ലിൽ ഫോക്കസ് ചെയ്യുക. പ്രിന്റ് എടുത്തിട്ട് സെയിം പൊസിഷനിൽ വെച്ചിട്ട് നോക്കി വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റം വരും. പിന്നെ കുറച്ചും കൂടി ചിത്രങ്ങൾ കഴിയുമ്പോൾ 6 മാസത്തിന്റെ അകത്ത് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്തോളൂ ഇതിനെക്കുറിച്ച്. ഞാൻ അതിനെ ക്ലാസ് എടുത്തു തരാം. വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ആയിക്കോട്ടെ. ഇപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമസ്കാരം. സന്തോഷം.